എല്ലാവർക്കും സ്നേഹം. ഈ പ്രശസ്തമായ കാഴ്ചകൾക്ക് പിന്നാലെ വലിയൊരു ആമുഖം ആവശ്യമില്ലെന്നറിയാം. മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ, മനുഷ്യ സ്നേഹത്തിന്റെ മഹാസുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. ആ ഓർമ്മകളുടെ ഉമ്മറത്തിരുന്ന് ബഷീറിന്റെ പ്രിയപ്പെട്ട മക്കളായ ഷാഹിനയും അനീസും അവരുടെ പ്രിയപ്പെട്ട ടാറ്റയെ ഓർത്തെടുക്കുകയാണ്. രണ്ടുപേർക്കും നമസ്കാരം. ടാറ്റ മരിച്ചിട്ടിപ്പോ 30 വർഷം തികയാണ്. 1994 ജൂലൈ 5. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷമം നിറഞ്ഞ ദിവസമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആ വലിയ എഴുത്തുകാരന്റെ, വലിയ മനുഷ്യസ്നേഹിയുടെ മരണം. നിങ്ങൾ മക്കൾ എന്നുള്ള നിലയിൽ ആ ദിവസത്തെ എങ്ങനെയൊക്കെയാണ് ഓർത്തെടുക്കുന്നത്? ഞാൻ ഉണ്ടായിരുന്നു, പാലക്കാട് ഞങ്ങളെ പഠിച്ചിരുന്നത്. റിസൾട്ട് വരുന്ന മുമ്പേ ജോലിക്ക് പോയി. അപ്പം ജോലിക്ക് പോകാൻ ടെമ്പററി ആയിട്ട് പഠിപ്പിക്കാൻ പോയതാണ്. അപ്പം ടാറ്റക്ക് മനസ്സിലായി ഇനി അധികം മുന്നോട്ട് പോലും. അപ്പം ടാറ്റ പറഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകേണ്ട, തൽക്കാലം ഇപ്പോൾ കുറച്ച് കാലം എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ ശരി, ഞാൻ ആ ജോലിയൊക്കെ ഒഴിവാക്കി ഇവിടെ നിന്നു. അപ്പം ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകും, തിരിച്ചു വരും. ഇതുപോലെ ടാറ്റക്ക് ശ്വാസം മുട്ടൽ അതികഠിനമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇവിടെ ഓക്സിജൻ കൊണ്ടുവരുന്ന തൊട്ടടുത്ത് ടാറ്റയുടെ ഡോക്ടർ ഉണ്ട്, ശരത് ചന്ദ്രൻ. ഈ തൊട്ടടുത്തുള്ള RM ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്ന് അങ്ങനെ ടാറ്റ തന്നെ കൊണ്ടുവന്ന അവിടെ ചെറിയൊരു റൂം ക്ലിനിക് ഇട്ട് അവിടെ എത്രയോ വർഷമായിട്ട് ടാറ്റ ചികിത്സിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. നെബുലൈസറും ഓക്സിജനും ഒക്കെ ആയിട്ടാണ് അവസാനത്തിൽ പോയത്. ശ്വാസമുട്ടൽ അതികഠിനമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അന്ന് ഓക്സിജൻ സിലിണ്ടർ തീർന്നു. എന്ത് അസുഖം ഉണ്ടെങ്കിലും ഈ ശരത്ചന്ദ്രനെ കണ്ടാൽ എത്ര വലിയ അസുഖമാണെങ്കിലും മാറും. അപ്പൊ എന്തോ അറിയില്ല, ശരത്ചന്ദ്രൻ അന്ന് ശരത്ചന്ദ്രൻ മകനെ കോളേജ് ചേർത്താൻ വേണ്ടിട്ട് ശരത്ചന്ദ്രൻ പോയി. അപ്പൊ ടാറ്റക്ക് കുറച്ച് വിഷമം കൂടിയായി, ഡോക്ടറെ കാണാനില്ല. ടാറ്റ കുറെ അങ്ങനെ സിംഗിങ് ആയിരുന്നു, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ ഞാനിതാ വിചാരിക്കുന്നത് ടാറ്റക്ക് ശ്വാസം മുട്ടലായിട്ട് അങ്ങനെ ഇരിക്കുന്നു, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. പുറത്തൊരാൾക്ക് ഇപ്പൊ മനസ്സിലാവുമായിരിക്കും. അപ്പം ഞാനിത് കൊണ്ടുപോയി ഗ്ലൂക്കോസ് ഒക്കെ കലക്കി, ടാറ്റക്ക് ക്ഷീണാണെന്ന് പറഞ്ഞിട്ട്, എനിക്കറിയില്ലല്ലോ, 22 വയസ്സാണ്. അപ്പൊ ഞാൻ ഗ്ലൂക്കോസ് ഒക്കെ കലക്കി കൊണ്ട് കൊടുത്തു ടാറ്റക്ക്. അപ്പൊ ടാറ്റക്ക് കുടിക്കാൻ കഴിയുന്നില്ല, വിഷമം ആയിട്ട്. പിന്നെ കുറച്ച് ഇടയ്ക്ക് ഞാൻ പോയി നോക്കുമ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല. ഡോക്ടർ മോനെ ചേർത്താൻ വേണ്ടി പോയതാണ് കോളേജിൽ. പിന്നെ ഒരു 11 മണിയായി ഡോക്ടർ എത്താൻ. അപ്പൊ ഡോക്ടർ അപ്പം തന്നെ ഡോക്ടർ ഇങ്ങോട്ട് വന്നു. സാറേ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ടാറ്റ എന്നൊക്കെ പറയുന്നല്ലാതെ അപ്പൊ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി. ആ സമയത്ത് ഈ വഴി ചെറുതാ, ഹോസ്പിറ്റൽ ആംബുലൻസ് ഇങ്ങോട്ട് വരില്ല. അപ്പം നമ്മൾ ഇതിൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി അങ്ങനെ നേരെ നാഷണൽ ഹോസ്പിറ്റൽ ഡോക്ടർ മൊയ്തു, ഇതേപോലെ തന്നെ സുഹൃത്താണ് ഡോക്ടർ മൊയ്തു. അവിടെ CK രാമേന്ദ്രൻ ഉണ്ട്. CK രാമേന്ദ്രൻ തൊട്ടടുത്ത വീട്. അപ്പം ഞാൻ അവിടെ പോയി 1 മണിയായി അവിടെ എത്തിയത്. അപ്പോൾ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് കിടത്തി. അപ്പം ഞാനും രാജേട്ടനുണ്ടായിരുന്നു. രാജേട്ടൻ സമയത്ത് കൂടി എത്തി കേട്ടിട്ട്. അപ്പം ഞാൻ രാജേട്ടൻ വെച്ച് പോയത്. അപ്പോൾ രാജേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിത് കേൾക്കുന്നത് മനസ്സിലാവില്ല. ടാറ്റ കാഷ്വാലിറ്റി കിടക്കുന്നത് എന്നെ അങ്ങോട്ട് കടിപ്പിക്കുന്നില്ല, ടാറ്റനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ തലയൊക്കെ രക്തരച്ച് കയറുന്ന മറ്റു ശബ്ദം, പ്രഷറിൽ ഇങ്ങനെ നമ്മൾ പമ്പടിക്കുന്ന പോലെ തോന്നുന്നു. 1:19 1:19 എനിക്കങ്ങനെ നാവില് രക്തം അങ്ങനെ ചോദിക്കുന്നു. എനിക്ക് മനസ്സിലാവില്ല എന്താ. ഞാൻ എനിക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, നാവിലൊക്കെ രക്തം. അപ്പോഴത്തേക്കും കാഷ്വാലിറ്റി ഡോക്ടർ ഓടി ഒന്ന് പറഞ്ഞ് ഉടനെ വരണം എന്നിട്ട്. അപ്പം ഞാൻ ചേട്ടനും കൂടി ഓടി അങ്ങനെ തന്നെ. അപ്പം ഇവര് കണ്ണടച്ചു, ടാറ്റൻ്റെ കണ്ണടച്ച് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും CK രാമേന്ദ്രനൊക്കെ വന്നപ്പോഴത്തേക്കൊക്കെ കഴിഞ്ഞു 1:19. അപ്പൊ ഞാൻ പറഞ്ഞു, ടാറ്റ പണ്ട് പറഞ്ഞു ചങ്ങമ്പുഴയുടെ കൂടെ ഇരുന്ന് ഒരു യോഗത്തിന് പങ്കെടുക്കുമ്പോഴേ ടാറ്റയുടെ ഉപ്പ മരിച്ചു പോയ സമയത്ത് എനിക്കൊരു നെഞ്ചുവേദന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തെക്കിൻകാട് മൈതാനത്ത് ഇവര് ഒന്നിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ടാറ്റക്ക് നെഞ്ചിന് അസുഖം വന്ന് തളർന്നു പോകുന്ന പോലെ, അപ്പോഴാണ് വീട്ടില് മരിച്ചിരിക്കുന്നത്, ടാറ്റയുടെ ഉപ്പ മരിച്ചത്. അപ്പൊ എനിക്ക് തന്നെ അതുപോലെ അനീസിനും പുനലൂർ രാജേട്ടനും അനീസ് മാത്രമേ ഒരു ഭാഗത്ത് മറ്റേ അവിടെ ഇരുന്നാൽ മറ്റേ ബസ്സിനെ ഇത് തന്നെ ഇരുത്തി, ആംബുലൻസ് തന്നെ ഇരുത്തി. ബസ്സിനെ പുറത്ത് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് തന്നെ ഇരുത്തി. പിന്നെ അപ്പോഴത്തേക്ക് മറ്റേ നമ്മളെ ദാമോദരേട്ടൻ, മാനന്തവാടി ദാമോദരേട്ടൻ MM ബഷീർ വന്നു, KP കുഞ്ഞിമൂസ അറിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര്. ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ വേറെ വീട്ടിലാണ്. അപ്പൊ ഇവര് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ടാറ്റ മരിച്ചു എന്നുള്ളത്.
അങ്ങനെ അപ്പൊ അവരുടെ കൂടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. നമുക്കങ്ങനെ വീട്ടിലേക്ക് വന്നു. കാറ്റങ്ങനെ കിടക്കുന്നോണ്ട് അറിയുന്നില്ലല്ലോ, അറിയില്ല. മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാറ്റങ്ങനെ അന്ന് പകല് വൈകുന്നേരം രാത്രി വന്ന് പോയതാ. പകല് വൈകുന്നേരം വന്ന് അത് മൊത്തത്തില് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പകലുണ്ടായിരുന്നു. പകല് കഴിഞ്ഞു വൈകുന്നേരം വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയതാണ്. നമുക്ക് ശ്വാസം മുട്ടലാണ് എന്നുള്ളതാണല്ലോ വിചാരിക്കുന്നത്. എന്താ പറഞ്ഞിരുന്ന ഇവിടെ വന്ന് കണ്ടപ്പോ? ഒന്നും അങ്ങനൊന്നും സംസാരിക്കാൻ പറ്റുന്ന പറ്റുന്നതിലായിരുന്നില്ല. അവസ്ഥയിലായിരുന്നു. അതിന്റെ 2 ദിവസം മുമ്പ് കാരശ്ശേരി മാഷും നമ്മളെ മറ്റേ ശ്രീധരനുണ്ണി ആകാശവാണിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ചാറ്റന്റെ അവസാനത്തെ ഇന്റർവ്യൂ ആയിരുന്നു അത്. അതായത് അവര് 2-3 പ്രാവശ്യം വന്ന് മടങ്ങി പോയതാണ്. അവർക്ക് ചാറ്റക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം അന്നും വന്നു അവര്. ശ്രീധരനുണ്ണി റെക്കോർഡിങ് സാധനങ്ങളൊക്കെ കൊണ്ടാ വന്നതേ. അപ്പോൾ ചാറ്റ പറഞ്ഞു ഇന്ന് നിങ്ങൾ മടങ്ങി പോകണ്ടെന്ന്. ചാറ്റക്കനെ തോന്നി തുടങ്ങി. അന്ന് ആ ഫേമസ് ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മൾ കാരശ്ശേരി മാഷ് ഒരു ഇന്റർവ്യൂ നടത്തിയല്ലോ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും ദുഃഖകരവുമായ 2 കാര്യം പറയാൻ പറഞ്ഞപ്പോ പറയുന്നുണ്ടല്ലോ. പറഞ്ഞ ദുഃഖകരമായ കാര്യം പറയാന്ന് പറയുമ്പോൾ ചാറ്റ പറഞ്ഞു എന്റെ മകൾ ഷാഹിന ഹസ്ബൻഡ് മരിച്ചു. ഇത്രയും പ്രായം ഉള്ള എനിക്ക് ഇത്രയും പ്രായമായി മകളുടെ ഭർത്താവ് മരിക്കാന്ന് പറയുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയില്ല. അവളെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയില് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതാണ്. എന്നെ കല്യാണം കഴിപ്പിക്കുന്ന പെട്ടെന്ന് തന്നെ ഞാൻ ഫസ്റ്റ് പിടിക്ക് പഠിക്കുമ്പോ എന്നെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. കാരണം അനീസിനും മെച്ചയും എന്നെ നോക്കാൻ ആരുമില്ല എന്ന് ചാറ്റ അന്നേ ചാറ്റക്കിനെ മരിച്ചു എന്നുള്ളൊരു ചിന്തയായിരുന്നു ചാറ്റക്ക്. ചാറ്റക്ക് ഭയങ്കര ഭയമായിരുന്നു, ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുന്നത്. അതൊക്കെ മരിക്കുന്നതിന്റെ 10 വർഷം മുമ്പ് എഴുതിയത്. നേരത്തെ എഴുതിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അതില് വേറെ കാര്യം ഞാൻ ആ സമയത്ത് ഞാൻ മരിച്ചു എന്ന് തന്നെ എഴുതുന്നുണ്ടല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചു എന്നിട്ട് ചരമക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് ഇതേപോലെ മാമുക്കായ്ക്കും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഫോൺ ആ സമയത്തുണ്ട്. അപ്പൊ ആ ഫോൺ ഉള്ള സമയത്ത് 1-2 ഫോൺ വന്നു. എങ്ങനെയോ റൂമർ കോഴിക്കോട് ബഷീർ മരിച്ചു ഫോൺ നമ്പർ ഉണ്ടല്ലോ വന്ന്. അപ്പൊ എല്ലാരും വിളിച്ചു. അപ്പൊ ഒരു പ്രാവശ്യം ഇദ്ദേഹം തന്നെ ഫോൺ എടുത്തു. ഞാനിങ്ങനെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ബഷീർ വിടല്ലേ, എന്താ പ്രശ്നം? എനിക്ക് സംശയമായി. 21 വയസ്സല്ലേ എനിക്കുള്ളൂ ആ സമയത്ത്. അപ്പൊ നമുക്ക് അത്ര അറിയില്ല ഈ ആൾക്കാരെ എന്താണെങ്കിലും. മോനെ കൊച്ചി കുഴപ്പമൊന്നുമില്ല, ഒപ്പം കുഴപ്പമില്ല, രാത്രി കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, കിടക്കാൻ സുഖമില്ല, കിടപ്പാന്നൊക്കെ പറഞ്ഞു ഞാൻ വെക്കും. പിന്നെ ഒരു ഫോൺ വന്നപ്പോൾ ചാറ്റ തന്നെ എടുത്തു. ഇങ്ങനെ സ്ഥിരമായിട്ട് ഫോൺ വന്നപ്പോ അപ്പൊ വിളിച്ച ആൾ ഉടനെ വെച്ചാൽ ബഷീർ മരിച്ചോളാണ്. ഫോൺ എടുക്കുന്നു. മരിച്ചിട്ടില്ല, മരിക്കുമ്പോ പിടിച്ചു പോയാ. ഞാൻ പറഞ്ഞില്ല ഇന്റർവ്യൂല് 2ാമത്തെ കാര്യം ചോദിച്ചാൽ ഏറ്റവും സന്തോഷകരമായ ചാറ്റ പറഞ്ഞാൽ എന്റെ മകൻ അനീസ് ബഷീർ 1.5 വയസ്സുള്ള സമയത്ത് ഞാൻ അക്കാഡമിയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ തണുത്ത് വിറച്ച് കിടക്കുകയാണ്. ഉമ്മച്ചിയാണെങ്കിൽ എന്താ പറയുക അന്ന് ഫോണില്ല, വാഹനമില്ല, ഓട്ടോറിക്ഷ പോലും ഈ നാട്ടിലില്ല ആ സമയത്ത്. അന്ന് ഇങ്ങനെയല്ല വഴിയൊന്നും, അങ്ങനെ ഇടവഴിയാ. എല്ലാ വർഷവും മാട് കയറ്റി കുഴിച്ചോണ്ടിരിക്കും. 2 പേര് പോകുമ്പോ ഒരു സൈക്കിൾ വരികയാണെങ്കിൽ നമ്മൾ മാടിന്റെ മുകളിലോട്ട് കയറി നിൽക്കണം. അങ്ങനെയുള്ള വഴി, അങ്ങനത്തെ വഴിയാണ്. പിന്നെയാണ് വഴിയൊക്കെ വലുതായത്. ആ വഴിയിലൂടെ ചാറ്റ അനീസ് പനിയാണ്, ഞാനുണ്ട് മെച്ചിയും, ഞങ്ങൾ 3 ആളും മാത്രമേ ഉള്ളൂ. അപ്പം ചാറ്റ വന്നപ്പോ അനീസ് പിന്നെ കുഴഞ്ഞു കിടക്കുന്നു. 1.5 വയസ്സേ ഉള്ളൂ. എന്നെക്കാളും 10 വയസ്സിന് ഇളയതാണ് അനീസെ. അപ്പോഴേ ഞാൻ കുറച്ച് മുതിർന്നത്. അപ്പൊ പെട്ടെന്ന് ചാറ്റക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചാറ്റ ഇവനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് ഈ ഇടവഴിയിലൂടെ അങ്ങ് അതിലൊന്നും അടച്ചില്ല. ഞാനും ഓടുന്നുണ്ട്, മെച്ചി ഓടുന്ന പുറകിൽ ചാറ്റ ഇവനെ എടുത്തോണ്ട് ഓടുക. ഇടവഴിയിലൂടെ ഓടി ശശൻ ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ചാറ്റ കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോ മരത്തിന്റെ വേരുണ്ടായിരുന്നു, അത് തടഞ്ഞ് ചാറ്റ അങ്ങ് വീഴാൻ പോയി. അപ്പൊ അതിൽ അമർത്തി ഇവനങ്ങ് പിടിച്ചതിൽ ഇവൻ പെട്ടെന്ന് അങ്ങ് കരഞ്ഞ്. ഇവന് ശബ്ദമൊന്നുമില്ല, അനങ്ങുന്നില്ല, പെട്ടെന്ന് കരഞ്ഞ്. അപ്പോഴുള്ള ആ ശബ്ദമാണ് ഏറ്റവും എനിക്ക് എന്റെ ജീവിതത്തിൽ സന്തോഷം തന്നത് എന്ന് ചാറ്റ പറഞ്ഞു, ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്റെ കല്യാണം തന്നെ കല്യാണം നടക്കുന്നത് തന്നെ ഗൾഫിൽ നിന്ന് റിയാദിൽ നിന്ന് ഒരു കത്ത് വരികയാണ്. ചാറ്റക്കിന്റെ കല്യാണം ആലോചിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. കത്ത് വരികയാണ്, പ്രിയപ്പെട്ട സാറിന്റെ ആരാധകനാണ് ഞാൻ. ആ സാമ്രാജ്യത്തിലെ കോഴി, പശു, ആട്, എരുമ ഇവയൊക്കെ എനിക്ക് സ്ത്രീധനമായി തന്നാ മതി. നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്നൊരു കത്ത് വരികയാണ്. ആ കത്ത് ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ് കല്യാണം തീരുമാനിച്ചു. ഉമ്മച്ചിയും അനീസും ഒക്കെ ഈ ടാറ്റോ വിളി തുടങ്ങിയത് ഷാഹിനയിൽ നിന്നാണ്. അതെ അതെ അതെ. ഞാൻ ഉമ്മച്ചിയോട് എനിക്കും ഭയങ്കര അത്ഭുതം, നല്ലൊരു പേരല്ലേ ടാറ്റ. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പേര് വിളിച്ചല്ലോ എന്നുള്ളത് എനിക്കൊരു അഭിമാനമായിരുന്നു.
അപ്പൊ ഞാൻ ഉമ്മച്ചിയോട് എപ്പോഴും ചോദിക്കും ഉമ്മച്ചി ഞാൻ എന്താണ് ഇങ്ങനെ ടാറ്റ എന്ന് പറയാൻ കാരണം ഉമ്മച്ചിക്കായിരിക്കില്ല അറിയുന്നത്, എനിക്ക് ഓർമ്മയില്ലല്ലോ. അപ്പൊ ഉമ്മച്ചി പറഞ്ഞത് ടാറ്റ ഇങ്ങനെ ഇവിടേക്കൊക്കെ സാഹിത്യ അക്കാദമിയിലേക്കും മദ്രാസിലേക്ക് തിരക്കഥ എഴുതാനൊക്കെ പോയല്ലോ അറിയുന്നില്ലേ. അപ്പോഴൊക്കെ ഇങ്ങനെ പോകും ടാറ്റ പുറത്തേക്ക് പോകുമ്പോ വൈകുന്നേരം ടാറ്റ ചായ കുടിക്കാൻ പുറത്തു പോകും, പിന്നെ വെറുതെ നടക്കാൻ പോകും. അപ്പോഴൊക്കെ മോളോ ടാറ്റ പറയുന്നുള്ള ഉമ്മച്ചി ഇങ്ങനെ പറയുമല്ലോ നമ്മളോട്. അപ്പൊ ഞാൻ പോകുന്ന ആളാണ് ടാറ്റ എന്നുള്ള ഇതില് ടാറ്റ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി എന്നാണ് ടാറ്റോ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ അനീസും അത് ഏറ്റെടുത്തു. അത് ഞാൻ മാത്രമല്ല, ഈ ചുറ്റം മുഴുവൻ ആൾക്കാരും ഇനി അതിന് ശേഷം അതിന് മൂത്ത ആൾക്കാരും എല്ലാരും ടാറ്റ തന്നെ വിളിക്കാറില്ല. ചുറ്റുവട്ടത്തെല്ലാവരും ടാറ്റ. ബാന്ദ്രേപ്പൂച്ചയിൽ എഴുതിയ കഥാപാത്രങ്ങളുണ്ടല്ലോ, സൗഭാഗ്യവതി, രാജലയും, ലക്ഷ്മിയും, ലളിതയും, എല്ലാവരും സൗദാമിനിയും സൗമിനിയും എല്ലാം ടാറ്റ പറയാം. ടാറ്റോ ഉമ്മോ എന്നാണ് നമ്മള് ടാറ്റയുടെ ജീവിതത്തിലൊരു സങ്കടകരമായ നിമിഷവും സന്തോഷകരമായ നിമിഷവും ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞു. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തില് ഇത്തരം രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ? ടാറ്റയ്ക്ക് വിഷമകരമായിട്ട് എനിക്ക് ടാറ്റയെ കാണുന്നത്, കണ്ടതും നമ്മളതിലൂടെ കടന്നുപോയതും, എം കൃഷ്ണൻ നായർ ടാറ്റയെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. ബിഷപ്പ് മറ്റേ അതെല്ലാം മോഷണമാണെന്ന് പറഞ്ഞതും, പിന്നെ ടാറ്റയ്ക്കെതിരെ ഒരു കോക്കസ് രൂപപ്പെട്ട ആരൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല, കോക്കസ് ഉണ്ടായിരുന്നു. അവരെല്ലാം ടാറ്റയെ അങ്ങ് അടിച്ചമർത്താൻ വിചാരിച്ച് ചെയ്തിരുന്ന, ടാറ്റയ്ക്കെതിരെ ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം തയ്യാറാക്കി ആ സമയത്ത് ടാറ്റ അനുഭവിച്ചൊരു വേദന ഉണ്ടല്ലോ, അത് ഞാനൊക്കെ ഇവനെത്ര ഓർമ്മ ഉണ്ടാവില്ല, ഞാനത് കണ്ടോണ്ടിരിക്കുന്നതാണ്. ഉമ്മച്ചി എപ്പോഴും കൂടെ നിന്ന് എന്നാലും എടിയെ എന്നാണ് ഉമ്മച്ചിയെ വിളിച്ചിരുന്നത്. എന്നാലും എടിയെ, ഞാൻ എന്താ ഇവരെല്ലാം എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് ഇവരോടൊക്കെ എല്ലാവരോടും ഞാൻ ഇത്ര സ്നേഹത്തോടെ അല്ലേ നിന്നിരിക്കുന്നത്, എന്നിട്ട് എന്താ ഇവർക്കെല്ലാം എന്നോട് ഇത്രയും വൈരാഗ്യം. ആ വിഷമം ഞങ്ങൾക്കും വിഷമമായിരുന്നു. ടാറ്റ എന്താന്ന് പറയാ, ടാറ്റ ഒന്നിനെയും നേരിടാതെയും ഒന്നിനെയും മൈൻഡ് ചെയ്യാതെയും ഒക്കെ ആളാണ്, എന്ത് വന്നാലും പോട്ടെ എന്ന്. പക്ഷെ എന്നാലും ടാറ്റ മോഷണം ചെയ്തു എന്ന് പറയുന്നത്, അതും ടാറ്റന്റെ അന്നത്തിൽ മോഷണം നടത്തിയത് സന്തോഷം തോന്നി പറയാം. അതേ കൃഷ്ണൻ നായർ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ടാറ്റയെ അന്വേഷിച്ച് കോഴിക്കോട് നമ്മൾ ടാറ്റ അന്വേഷിച്ച് ഇവിടെ വരികയും ടാറ്റയോട് അന്ന് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ബഷീറെ, അങ്ങനെ ഞാൻ ഈ മാംഗോസ്റ്റൈൻ മരത്തിന്റെ കീഴെ വന്നിരുന്ന അദ്ദേഹം കുറേ സമയം ഇരിക്കുകയും ബഷീർ ചായ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്ത് ഒക്കെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ടാറ്റയുടെ കാലൊക്കെ തൊട്ടും വഴങ്ങിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അത് ഭയങ്കര സന്തോഷമുള്ളത്. അത് രണ്ടും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് എഴുതിയല്ലോ, എഴുതി എന്നെ ആട്ടി പായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ് അദ്ദേഹം വരി എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതന്നെ ടാറ്റ ഈ സമയത്ത് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാലക്കാട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തെ ഞാൻ ടാറ്റയിൽ വിട്ടു നിൽക്കുന്ന സമയത്താണ്. ആ 4 വർഷമാണ് ഞാൻ വിട്ടു നിൽക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ കോഴിക്കോട് തന്നെ പഠിച്ചത് മുഴുവൻ. അപ്പം ഈ പാലക്കാട് എഞ്ചിനീയറിംഗ് പോകുമ്പം ഞാനിങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും വരണം എന്നാണ് ടാറ്റന്റെ ആഗ്രഹം. പക്ഷെ ഈ കോളേജിൽ കണ്ടമാനം പഠിക്കാനുള്ളതുകൊണ്ടും ഞാൻ അത്ര ഹൈ ബ്രില്യന്റ് കുട്ടിയല്ലാത്തതുകൊണ്ടും കണ്ടമാനം ഈ എഴുതാനും വരയ്ക്കാനൊക്കെ ഉള്ളതുകൊണ്ടേ എനിക്കത്ര നല്ല താങ്ങുന്നതിലും കുറച്ച് കൂടുതലായിരുന്നു. അപ്പം വരാൻ പറ്റാറില്ല. അപ്പൊ ടാറ്റയെ എല്ലാം ഉദ്ദേശം നോക്കിയിരിക്കും, എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ 2 ആഴ്ച കൂടുമ്പോഴേ ഞാൻ വരിക. ഈ അരമതിലുണ്ട് മുകളിൽ കുന്തുകാലിൽ ഒരു കാലപ്രത്യേക പ്രത്യേക ഇരുത്തമുണ്ട്. ആ ഇരുത്തം പഠിക്കാൻ വേണ്ടി മമ്മൂട്ടി ഇവിടെ വന്നിരുന്നു. ടാറ്റയുടെ മാനറിസങ്ങളൊക്കെ പഠിക്കാൻ മമ്മൂട്ടി വന്നു. ആ ഇരുത്തം ഇരുന്ന് ടാറ്റ എങ്ങനെ അങ്ങ് ഈ ഇതിലൂടെ ഇങ്ങനെ അറ്റം വരെ കാണും, അത് നോക്കി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം എന്നാലും എടിയെ അവൻ വന്നില്ലല്ലോ. അതെന്താ വെച്ചാല് ഒരു 9:15 ഒരു വരുന്ന ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ വരുന്ന ശബ്ദം ഇവിടെ കേൾക്കാം. അന്നൊന്നും ഇത്രയും വാഹനങ്ങൾ കുറവാണ്. ഫറൂഖിലൂടെ കടന്നു പോകുമ്പോ ആ ട്രെയിനിൽ ഞാൻ ഉണ്ടെന്നുള്ള പ്രതീക്ഷയില്ലാത്തത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കും. അതിനൊരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ വരില്ല ഉറപ്പല്ലേ. അപ്പൊ സങ്കടം പറയും. അപ്പോഴേ പിന്നെ വാതിലൊക്കെ അടച്ചകത്തേക്ക് പോവുള്ളൂ. ഒരുപാട് കഥകളുണ്ട് ഇവനെ ചൊല്ലിയിട്ടുള്ള. ഇവന് 8ാം ക്ലാസ് വരെ ഉമ്മച്ചി ആ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത്, 8ാം ക്ലാസ് വരെ. അപ്പൊ പിള്ളേരൊക്കെ കളിയാക്കും, പാൽക്കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ടാറ്റയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു. ഇവന് വൈകിണ്ടായ മകനല്ലേ, അപ്പൊ അപ്പൊ ഭയങ്കര വിഷമായിരുന്നു ഇവനെ ഒറ്റക്ക് വിടുന്നതും.
ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉണ്ട്. അപ്പം ഉമ്മച്ചി കൊണ്ടാക്കണം. ഉമ്മച്ചിനെ ടാറ്റ നിർബന്ധ. ടാറ്റ കുന്തുകാലുമ്പോ ഈ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ഉമ്മച്ചി ഇവന്റെ ബാഗും ഒക്കെ പിടിച്ച് ഇവന്റെ കൂടെ ഇങ്ങനെ പോകും. അങ്ങനെ ഇത്രയും വർഷമായി. ഇപ്പൊ പിന്നെ ഇവന് നാണക്കേടാവാൻ തുടങ്ങി. എന്നെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകും വരുന്നത്. എന്നെ പ്ലീസ് വരല്ലേ, ബുദ്ധിമുട്ടാണ്, അങ്ങനെ വരല്ലേ, ഞാൻ ഒറ്റക്ക് പൊക്കോളാൻ തുടങ്ങി. പക്ഷെ ടാറ്റ അടുത്തത് പറയാൻ പറ്റില്ലല്ലോ. ടാറ്റക്ക് സമ്മതിക്കില്ല. ടാറ്റക്ക് ഭയങ്കര കടുംപിടുത്തങ്ങളാ ചില. അപ്പോഴ് അപ്പൊ ഇവര് തമ്മിൽ ഒരു ധാരണ എത്തി. എന്താന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിന്റെ അവിടം വരെ അമ്മച്ചി കൂടെ പോകും. എന്നിട്ട് ഞങ്ങൾ ടാറ്റയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, തങ്ങള്. ഇവര് ചീട്ട് കളിക്കുന്ന ഡിക്കോസ്റ്റ, AS, മാർക്കോസ് എന്നൊക്കെ പറഞ്ഞ കുറെ പേര്, സുരേന്ദ്ര മാഷൊക്കെ ഉണ്ട്. ആ കമ്പനിയിലുള്ള തങ്ങളുണ്ട്. തങ്ങളെ വീട്ടിൽ ഞാൻ അവിടെ ഇരിക്കും. അമ്മച്ചി പോയിരിക്കും. റോഡ് സൈഡിന് കുറച്ചപ്പുറം. അമ്മച്ചി നടന്ന് ഞങ്ങൾ പോയി അവർ തങ്ങളെ വീട്ടിലിരിക്കും. എന്നിട്ട് സ്കൂളിൽ പോയി വരുന്ന ആ ടൈം ആകുമ്പോൾ അമ്മച്ചി നടന്ന് ഇങ്ങോട്ട് വന്ന് വീട്ടിൽ കയറും. പോകുന്ന സമയത്ത് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യും. വൈകുന്നേരം ഇവനെ വിളിക്കാൻ പോകും. അതേമാതിരി തങ്ങളെ വീട്ടിലിരിക്കും. ഇവൻ അവിടെ ബസ് ഇറങ്ങും. അവനെ കൂട്ടി മെച്ചി ഇങ്ങോട്ട് വരും. അങ്ങനെ ഇതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുക ഈ പ്രകടനങ്ങൾ. അപ്പോഴ് പെട്ടെന്ന് ടാറ്റക്ക് ഒരു ദിവസം ടാറ്റക്ക് തോന്നി റോഡിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടിരണം. ടാറ്റ മുണ്ട് മാത്രമേ ഉടുക്കുള്ളൂ. ഷർട്ട് ഇങ്ങനെ ജുബ്ബ തോളത്തിടയുള്ളൂ, ചെരുപ്പൊന്നും ഇടൂല. അങ്ങനെ ടാറ്റ പോവാറുള്ളത്. അപ്പൊ ടാറ്റ ഈ ഇടവഴിയിലൂടെ, അത് വെള്ളമൊക്കെ ഉള്ള, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വെള്ളമുള്ള ഈ ഇടവഴിയിലൂടെ ടാറ്റ നടന്ന് പോയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കുന്തുകാലില് അങ്ങനെ ടാറ്റ ഇങ്ങനെ ഇരിക്കുക. എല്ലായിടത്തും പോകും. ആ കുന്തുകാലിൽ ജുബ്ബയും തോളത്തിട്ടിരുന്ന് ഞാനും പുറകെ ഓടിപ്പോയിട്ട് നോക്കി. പേടിയാവില്ല, ഇതിപ്പോ കള്ളു പിടിക്കപ്പെടില്ല. മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറയാം, നിൽക്കുന്നത് അല്ലെ മോനെ, അതായത്. പക്ഷെ അതൊന്നും ഇല്ലാത്ത കാലം. അതൊന്നും നമ്മൾ മൊബൈലിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാനും പോയി ഇങ്ങനെ അവിടെ പോയി നിന്ന് എന്ത് ചെയ്യാനാ, നമുക്ക് ഇപ്പൊ പിടിക്കുമല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴുണ്ട് ഇതാ ഇവൻ വന്ന് ബസ്സിറങ്ങി. അതോ അമ്മച്ചി നടന്നു വന്ന് ഇവന്റെ കൂടെ വരുന്ന ടാറ്റയുടെ മുമ്പിലേക്ക്. സമ്മതിച്ചു. എല്ലാം പൊളിഞ്ഞ്. അപ്പൊ ഇത് എത്ര കാലമായി ഈ നാടകം തുടങ്ങിയതെന്ന് ചോദിച്ചു. അമ്മച്ചി നാടകത്തിന്റെ ഡ്യൂറേഷൻ ഒക്കെ ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഇവൻ മിടുക്കനാണ്. അങ്ങനെ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഇവൻ ഒറ്റക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങി. അമ്മച്ചിയുടെ ആ അധ്വാനം കുറഞ്ഞു കിട്ടി. നിങ്ങൾ രണ്ടുപേരും ടാറ്റയുടെ വലിയ വായനക്കാർ കൂടെയാണ്. ടാറ്റയുടെ ഒരു എഴുത്തിന്റെ രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അതിലേതാണ്, അതിന്റെ ഒരു അനുഭവം എന്ന് പറയാം. ഞാൻ ടാറ്റയുടെ ഭയങ്കര വിമർശകനായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് വായിച്ചു തുടങ്ങി. ഇപ്പൊ 8ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ കുറച്ച് വായിച്ചു തുടങ്ങി. അപ്പൊ വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ടാറ്റന്റെ സാഹിത്യം മുഴുവൻ പൈങ്കിളിയാണ്. അപ്പൊ ഞാൻ പറയും, വെറും പൈങ്കിളി കഥകൾ എഴുതുന്നു. ആ നോക്ക്, ആ OV വിജയൻ എഴുതുന്ന നോക്കൂ, ഇങ്ങനെയാണ് OV വിജയൻ എഴുതുന്നു. SK പൊറ്റക്കന്റെ കഥ വായിക്കൂ. അതൊക്കെ വായിച്ചിട്ട് പോകണ സാഹിത്യകാരനാണ്. ഞാൻ ഭയങ്കര വിമർശിച്ചാൽ വിളിക്കാം. അപ്പൊ അങ്ങനെ വായിച്ച് ഇങ്ങനെ വായിച്ചിങ്ങനെ കോളേജില് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോ എന്നെക്കാട്ട് ഭയങ്കര വായനക്കാർ, നന്നായി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബാല്യകാല സഖിക്ക് വായിച്ചത് ഞാൻ ഇത് വെറും പൈങ്കിളി കഥ, ഇതിനൊന്നും ഒരു സ്റ്റാൻഡേർഡും ഇല്ല. അപ്പൊ ഞാൻ ഭയങ്കര വിമർശകനാണ്. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത്. കാരണം ഇവൻ വായിക്കുന്നുണ്ടല്ലോ, വായിച്ചാലേ അവന് പറയാൻ പറ്റൂ. അപ്പൊ അതിന്റെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ഓരോ കഥകൾ ഇങ്ങനെ വായിക്കും. പാത്തുമാരാണ് ഇത് വീട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ ഒരു നോവലാണോ എന്നൊക്കെ ഞാൻ ചോദിക്കും. അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം മോനിന്റെ കഥകൾ വായിക്കുന്നതിന്റെ അഭിപ്രായം പറയുന്ന രീതിയില് കുറെ പോയതിനു ശേഷമാണ് ഞാൻ കുറച്ച് പിന്നെ വായന മാറി തന്നെ. എന്താ വെച്ചാല് കോളേജിൽ വെച്ചിട്ടുമ്പോ ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. എന്റെ കോളേജിൽ ടാറ്റ കത്ത് അയക്കും. ഈ 15 പൈസയുടെ പോസ്റ്റ് കാർഡിലാണ് കത്ത് അയക്കുള്ളൂ കോളേജിലേക്ക്. ഈ കത്ത് പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോൾ അത് ഏതെങ്കിലും കുട്ടി കൈക്കലാക്കിയിട്ടുണ്ടാവും. അപ്പൊ കുട്ടി പറയും കത്ത്, അപ്പൊ നീ എന്തിനാ 2 ആഴ്ചയും കൂടുമ്പോൾ വീട്ടിൽ പോകണ്ടേ, പിന്നെ നിനക്ക് എന്തിനാണ് ഈ കത്ത്, നീ കത്ത് വായിച്ചോ എന്നിട്ട് എനിക്ക് തന്നിട്ട് അറിയും. എന്നിട്ട് ഞാൻ വായിക്കും, കത്ത് അവന് കൊടുക്കും. അവർ അതേമാതിരി ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകാൻ പതിവ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്ക് അത്ഭുതം വരുന്നത് എന്തറിയോ, നമുക്ക് ഇവിടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ അതാ രസം. കത്ത് ഞാൻ ചില കത്തുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് കിട്ടിയത് ടാറ്റ ഇങ്ങനെ നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. അതായത് ടാറ്റ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുകയും ഹോസ്റ്റലിലും ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് രാത്രി കളിച്ച് വന്ന് രാത്രി 12 മണിക്ക് ഹോസ്റ്റലിൽ റൂമിൽ കയറി പിന്നെയും കഴിക്കും. അപ്പം അത് ടാറ്റ അറിഞ്ഞത്. ടാറ്റ പറയുന്നതാണ്, മോനോ ആരോഗ്യപരമായ ഭക്ഷണം, അരവയർ ഭക്ഷണം, കാൽവയർ വെള്ളം, കാൽവയർ ഒഴിച്ചിടണം, ദഹിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറ്.
അങ്ങനത്തെ ചെറിയ ചെറിയ ഉപദേശങ്ങളാണ് ഇതൊക്കെ ചെയ്യാറ്. എഴുതുക. ഓരോന്നിന്റെ അക്ഷരം, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. അതന്നെ എന്റെ മോനും. അപ്പൊ ഞാൻ അവന്റെ മോനോട് ഞാൻ തീരെ ഉപദേശിക്കില്ല, കാരണം വെച്ചാൽ എനിക്കറിയാം നന്നാവൂല. കാരണം എന്റെ എങ്ങനെ മൊത്തം കുത്തിയൊക്കെ കുമ്പളം അപ്പം അവന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായപ്പോൾ അപ്പൊ ഇത് എന്നോട് പറയും എഴുതി എന്റെ ഹാൻഡ് റൈറ്റിംഗ് കോപ്പി എഴുതാൻ പറയാ. കോപ്പി എഴുതാം. പക്ഷെ കോപ്പിന്ന് എഴുതാൻ നന്നാവുന്ന ഹാൻഡ് റൈറ്റിംഗ് അല്ല. പിന്നീട് ഞാൻ കുറേശ്ശെ ഞാൻ നന്നാക്കി, കുറെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി. അതൊക്കെ പറയാ, നിന്റെ എഴുത്ത് നന്നാക്കണം, പിന്നെ നിന്റെ ദേഷ്യം കുറയ്ക്കണം, അതൊക്കെ അങ്ങനത്തെ ചെറിയ വളരെ കുറച്ച് നാട്ടുകാർ മുഴുവൻ വായിക്കും. ഞാൻ മാത്രമാണോ എനിക്കാണെങ്കിൽ നാണക്കിടുവാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പൈങ്കിളി എന്ന് വിളിച്ച ആളെ നമ്മൾ കോളേജ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ബഷീറിന്റെ മകൻ, നീ ബഷീറിന്റെ മകൻ, നിനക്കൊക്കെ എന്താണ് സുഖം, എന്താണ് അതൊക്കെ കേൾക്കുമ്പോഴേ അപ്പോഴും പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് വായിച്ചിട്ട് നല്ല കൃത്യമായി, നല്ല ഈ പ്രത്യേകിച്ചും ഈ കണ്ണൂർ ഭാഗത്തുനിന്നുള്ള തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നന്നായി വായിക്കും, നന്നായിട്ട് മനസ്സിലാക്കും. ടാറ്റന്റെ ഈ കൃതികളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, കൃത്യമായി സംസാരിക്കുമ്പോൾ ഞാൻ രണ്ടാമതും വായിച്ചത് പിന്നെ വേറെ ആംഗിളിലാണ്. നമ്മളെ പിന്നെ രണ്ടാമത് ഞാൻ വായിക്കുന്നത്. ഞാൻ രണ്ടാമത്, അതായത് എന്റെ ഒരു 19 വയസ്സിന് ശേഷമുള്ള വായനക്ക് വ്യത്യാസം വന്നു. അതിന് മുമ്പത്തെ വായന വേറെയാണ്. അവര് പറഞ്ഞ് സംസാരിക്കുമ്പോൾ രീതിയിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ പിന്നെ ഈ 8 കാലി ഞങ്ങൾ ആനവാരിയും പൊന്നുകുരിശും പിന്നെ വായിക്കുമ്പോൾ എനിക്ക് ജമാലുദ്ദീൻ ടാറ്റനെ പറ്റി പഠിച്ച് റിസർച്ച് നടത്തിയിട്ട് പുള്ളിയുടെ ഒരു ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ വെറും കുട്ടികൾക്കുള്ള കഥയായിരുന്നു. പക്ഷെ അത് വായിച്ചു വരുമ്പോഴേ അതിൽ സ്ഥലത്തെ പ്രധാന എതിരൻ എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നുണ്ട്. ഈ എതിരൻ എന്ന് പറയുന്ന കഥാപാത്രം കേരളത്തിലത്തെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്. പിന്നെ മുഴയെന്നാണ് അറിയാലോ. അവരൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവും സംഗതി. പി ഗോവിന്ദപിള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റേത് EMS ഉദ്ദേശിക്കുന്നത്. അത് രാഷ്ട്രീയ നോവലാണ്. അപ്പൊ എന്റെ വായന മാറി. അതുവരെ ഇത് കുട്ടികൾക്കുള്ള കഥാവായി മാറി, രാഷ്ട്രീയ നോവൽ രാഷ്ട്രീയ നോവലായി മാറി. പക്ഷെ അത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും വയസ്സായി. 22 വയസ്സിൽ ചാറ്റ മരിച്ചു. 19 എന്റെ വായന മാറ്റുന്നുണ്ട്, 19-20 വായന മാറ്റുന്നുണ്ട്. 22 വയസ്സിൽ ചാറ്റ മരിച്ചു. എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഷാഹിനെ എങ്ങനെയാണ് ടാറ്റനെ കണ്ടിരുന്നത്? ടാറ്റ എഴുതാൻ തുടങ്ങുമ്പോഴേ ഉമ്മച്ചി പറയും, ടാറ്റ എഴുതാൻ പോകുന്നുണ്ട്, ഇനി ഒച്ച ഉണ്ടാക്കരുത് പറയും. അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോവില്ല. ടാറ്റ രാത്രിയാണ് എഴുതാനിരിക്കുക. രാത്രി എഴുതാനിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ടാറ്റ എഴുതി ഇതൊക്കെ മടക്കി വെച്ച് കിടക്കാൻ പോകും. ടാറ്റ പിന്നെ 11 മണിക്ക് എഴുന്നേക്കുള്ളൂ. അങ്ങനെയുള്ളത്. ടാറ്റയുടെ എഴുത്തിൽ ഏറ്റവും വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രേമലേഖനാണ്. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താന്ന് പറഞ്ഞാൽ 1943 അദ്ദേഹം എഴുതുന്നത്, പ്രേമലേഖനം എഴുതുന്നത്. ആ കാലത്താണ് ആലോചിക്കുന്നത് ഭാര്യക്ക് ശമ്പളം കൊടുക്കണമെന്ന്. അതുപോലെ ഭാര്യക്ക് കാപ്പി മതി, എന്നാൽ നിനക്കൊരു കാപ്പി എനിക്കൊരു ചായ പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം, അവർക്കുള്ള സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്നത്. പിന്നെ മക്കൾക്ക് പേരിടുന്നത്, ഇത് ആകാശമിട്ടായി എന്ന് പേരിടുന്നത്. ഇപ്പോഴും മതമില്ലാത്ത ജീവൻ പറഞ്ഞിട്ട് അടിപിടിയും പ്രശ്നവും കൈവെട്ടലും ഒക്കെ ആയിട്ട് നടക്കുന്ന കാലം. പിന്നെ എന്റെ ഉപ്പക്കാരുണ്ടായിരുന്നില്ല, ശൗചാലയം പണിത് കൊടുക്കുക കാമുകിക്ക്. ഇപ്പോഴും പ്രധാനമന്ത്രി പറയുന്ന ശൗചാലയത്തെ കുറിച്ച് പറയുമ്പോഴും അക്കാലത്ത് DC ബുക്സിലാണല്ലോ ജോലി. അതെ അതെ അതെ. ഈ ഒരു എഴുത്തുകാരന്റെ മകൾ എന്നുള്ള രീതിയിലുള്ള ഒരു പുസ്തകശാലയിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു അനുഭവങ്ങൾ? ഞാൻ അങ്ങനെ ആരുടെ പറയാറില്ല ബഷീറിന്റെ മകളാണെന്നുള്ള പറയാറില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ഒരു അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും അറിയാത്തവരുണ്ട്. അഞ്ചാത്തിന് ഞങ്ങളൊക്കെ വാങ്ങി വായിച്ചിട്ട് അയ്യോ അത് സ്കൂളിലേക്ക് വാങ്ങാൻ പറ്റില്ല, അതിനകത്ത് വേറെ മറ്റേ സംഭവങ്ങളുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. പിന്നെ ബഷീറിനോടുള്ള ആരാധനയും ചിലരതൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞു പോകും, പാവല്ലേ എന്ന് എഴുതി പറഞ്ഞു ഞാൻ ബഷീറിന്റെ മോളാണ്. ഞാൻ പറയും എന്തെന്ന് പറഞ്ഞാൽ അവരൊരു പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും എല്ലാ സ്നേഹവും ബഹുമാനവും എല്ലാം കിട്ടുന്നുണ്ട്. മാതൃഭൂമിയില് ഒരു വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബഹുമാനം അങ്ങനെയൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ മകനെ, മൂത്തമോൻ അതിന്റെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. രണ്ടാമത്തെ മോൻ കോളേജിൽ ചേരുമ്പോഴേ ആദ്യം പറഞ്ഞറിയോ, ഞാൻ ആരാണെന്ന് പറയത്,
കാരണം വെച്ചാൽ എനിക്കുണ്ടാവും നമ്മളെ വെച്ചാൽ ബഷീറിന്റെ മകൻ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, കച്ചറ കൂടാൻ പാടില്ല, സത്യം മറ്റേ ഒന്നിലും ഒരിതിലും ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, അറിയാൻ പാടില്ല. നമ്മളെപ്പോഴും ഐഡിയൽ ആയിരിക്കണം. ഏതോ ഒരു ഗീതയല്ല, ബഷീറിന്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ തലയില. അതാണ് അതുകൊണ്ട് നമുക്ക് വെച്ചാൽ ഒരു കച്ചറ കളിക്കാനോ ഈ കച്ചറക്കാരെ കൂടെ നടക്കാനോ ജോലി നടക്കാനോ ഒന്നും കഴിയില്ല. രണ്ടാമത്തെ മോൻ പറഞ്ഞ ആദ്യത്തെ കേസാണ് അതെ. അപ്പൊ അവൻ തന്നെ കോളേജിൽ പോയിട്ട് അവന്റെ ടീച്ചർ അറിയില്ല, അവന്റെ പ്രിൻസിപ്പൾ മാത്രമല്ല, പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞതാണ് ഞാൻ ആരാന്ന് പറയരുത്. ഞാൻ പറഞ്ഞു മോർണിംഗിന് ആരാന്ന് അറിയാൻ താല്പര്യമില്ല, പറയരുത്. അപ്പൊ അവന്റെ ക്ലാസ് ടീച്ചർ പേര് വായിച്ചു, നസീം മുഹമ്മദ് ബഷീർ. അപ്പൊ ടീച്ചർ കോഴിക്കോട് നീ അവന് ആദ്യമേ ടീച്ചർ ഉദ്ദേശിച്ച ആൾ തന്നെ. ടീച്ചർ ആരും പറയരുത്. അത് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു അടി പോലും ഉണ്ടാക്കാൻ പറ്റില്ല. കോളേജിലൊക്കെ നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കണ്ടേ. നമുക്ക് ഡിഗ്രിക്ക് കല്യാണത്തിന് ശേഷം ഞാൻ പഠിച്ചത് പടയോട്ടം. അന്ന് സിനിമ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പടയോട്ടൊക്കെ വരും. പടയോട്ടം ഞാൻ കുറേ ഒരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് പടയോട്ടം 70mm വന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും മതില് സിസ്റ്റർമാരെ ഇതാണ് അവിടെ പുറത്തൊന്നും വിടില്ല, എല്ലാം ഞങ്ങളെ ബന്ധവസൊക്കെ മതില് ചാടി ഞങ്ങൾ സിനിമക്ക് പോകും. അപ്സരയിലായിരുന്നു പടയോട്ടം ഉണ്ടായിരുന്നു. പടയോട്ടം കാണാൻ വേണ്ടി മതില് ചാടി പോയിട്ട് പിറ്റേന്ന് പറയുമ്പോ മറ്റേ വിജയന്റെ മകള് മറ്റേ മകള് എന്നൊക്കെ പറയുന്ന അങ്ങനെ എല്ലാരും പേരാ, പക്ഷെ മറ്റേ ബഷീറിന്റെ മകള്, എന്റെ പേരില്ല. ചാടിയേര് പുറത്ത് കോളേജിന്റെ പുറത്ത് നിർത്തുക, പ്രധാന കക്ഷി ബഷീറിന്റെ മോളാണ്. അപ്പൊ അതാണ് ആ പേര്. അതുപോലെ ടാറ്റ ഉണ്ടാക്കിയ കുറെ വാക്കുകൾ നമുക്ക് വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റുന്നത്. ചില വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയാ, മലയാളത്തിൽ അത്ര അക്ഷരങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാ. സന്ധ്യ എന്ന് പറഞ്ഞ വാക്ക് ചാറ്റ ഉപയോഗിക്കാറില്ല, കാരണം ചാറ്റക്ക് സന്ധ്യ എന്താ അത് അത് അറിയില്ല ചാറ്റക്ക് അക്ഷരം. ചാറ്റ എപ്പോഴും ഇവനോടാണ് അക്ഷരങ്ങളൊക്കെ ചോദിക്കുക, ഇവനാണല്ലോ ലേറ്റസ്റ്റ് പഠിക്കുന്നത്. അപ്പം എടാ സന്ധ്യയുടെ എന്താ എങ്ങനെയാണ് എഴുതുന്നത്, അതില് സന്ധ്യയുടെ എന്താ ആണോ എന്ന് ചാറ്റ ചോദിക്കും. അപ്പൊ ഇവന് പൈങ്കിളിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവൻ കളിയാക്കുന്ന അത് കാരണം ഞാൻ രാത്രി മാത്രമേ എഴുതാറുള്ളൂ. ചാറ്റ പറയും എനിക്കത് അറിയില്ലായിരുന്നു, അപ്പൊ ഞാൻ രാത്രി പറയും. പിന്നെ സന്ധ്യ പറയില്ല, രാത്രി വൈകുന്നേരത്തിന്റെ രാത്രിന്റെ ഇടയ്ക്കുള്ള ഒരു സമയമാണ് സന്ധ്യ. അപ്പൊ ഒന്നുകിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എന്ന് പറഞ്ഞു. അപ്പൊ സന്ധ്യ കിട്ടാത്തതുകൊണ്ട് സന്ധ്യ ഉപയോഗിക്കില്ല. തല്ലുമായിരുന്നോ ചാച്ച? ഒരിക്കലും അടിച്ചിട്ടില്ല. ആ ലോകത്തൊന്നല്ല ടാറ്റ. നമ്മളെ തല്ലണമെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മളെ വീക്ഷിക്കണം, നമ്മളെന്തെങ്കിലും ചെയ്തോ തെറ്റ് ചെയ്തോ കാണുന്നില്ലല്ലോ ഞങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലെ ഒരുപാട് പ്രാധാന്യമുള്ള രസകരമായ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു കിണറാണ്, അതിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ആ കഥകൾ അവർ തന്നെ പറയും. ബഷീർ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വായിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മച്ചിയുടെ മാല കിണറ്റിൽ പോയൊരു സംഭവമാണ്. മാല വീണു, പിന്നെ എങ്ങനെ കെടുക്കാനാ? ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഇവിടെ പെട്ടെന്ന് പോയിട്ട് ഒരാളൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരണല്ലോ. അപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചാച്ചനെ കയറി ഇറങ്ങിയെടുത്ത് ഇറങ്ങിയെടുത്തത് മാല. പിന്നെ കേറാൻ കഴിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. ടാറ്റ അവിടെ താഴെ മുങ്ങിയെടുത്ത് അതൊക്കെ ബക്കറ്റിലാക്കി കൊടുത്തു. പക്ഷെ ടാറ്റ കയറി വരാൻ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പ്രോത്സാഹിപ്പിച്ച് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറിയതാണ്. കാരണം വെച്ചാൽ ഇറങ്ങാൻ ഒരു മൂച്ച അങ്ങോട്ട് ഇറങ്ങി. വെള്ളത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് നീന്തയും ഒക്കെ ചെയ്യെങ്കിൽ പോലും. പക്ഷെ ഉമ്മച്ചി പറഞ്ഞു നിങ്ങൾ കയറുക അല്ലെ ഞാൻ അങ്ങ് ഇറങ്ങുന്നു. അതോടുകൂടി ടാറ്റ ആ ഒരു ശബ്ദത്തിന്റെ ഊർജത്തിൽ അങ്ങ് കയറി കര പറ്റി. പക്ഷെ ടാറ്റ ആവശ്യമായിപ്പോയി. അത് ഈ കിണറുമായിട്ട് ഒരുപാട് കഥയുണ്ട്. ടാറ്റ ഞങ്ങൾ എന്റെയൊക്കെ ചെറുപ്പത്തിൽ നല്ല ഞാൻ വലുതാവുന്ന വരെയൊന്നും നമുക്ക് ടാങ്ക് മോട്ടർ ഇല്ല, പൈപ്പ് ഇല്ല. ഈ ഇവിടെ ഒരു ഏത്തമായിരുന്നു, എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇതാണ് ഇത് പറഞ്ഞാൽ ഒരു നമ്മള് വൈ ടൈപ്പാണ്. ഏത്തം വെക്കാൻ വെള്ള സാധനമാണ് വൈ മരത്തിൽ ഉണ്ടാക്കി. അണ്ണാങ്കൊട്ടൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതിന്റെ നടുവിലൊരു ഓട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ആ മോള നമ്മളെ കെട്ടും അണ്ണാങ്കൊട്ടന്റെ മുകളിൽ. ഇത് ഒരു ഫൽക്രം പോലെ ആക്ട് ചെയ്യും.
എന്നിട്ട് അത് അതിന്റെ ഒരു ഭാഗത്ത് വെയിറ്റ് ഇടും, ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ബക്കറ്റും ബക്കറ്റ് ഇടും. എന്നിട്ട് ഇവിടെ കമ്പവലയുടെ അതന്നെ വേറൊരു അതെ, ഭാഗം. അതെ. ആ. നമുക്ക് തിരിച്ച് കയറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി എളുപ്പത്തിൽ. മറ്റേതങ്ങ് വെയിറ്റിൽ ഇങ്ങ് താഴേക്ക് വരും. അപ്പൊ അത്ര ആയാസപ്പെടണ്ട. ആ. അപ്പോഴ് ടാറ്റ രാവിലെ ഒരു 11 മണിക്കാണ് എഴുന്നേക്കുക. 11 ടാറ്റ കുളിക്കും. ടാറ്റയ്ക്ക് രാവിലെ ടാറ്റ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. ഒരു മൊന്ത റവയാണ് കുടിക്കുക. പാലില് റവ ഇട്ടിട്ട് ഒരു മൊന്ത അതങ്ങ് വലിച്ചു കുടിക്കും. എന്നിട്ട് ടാറ്റ കുളിക്കും. കുളിക്കണമെങ്കിൽ ടാറ്റ ഇവിടെ നിന്ന് കുളിക്കൂല, കിണറിന്റെ അടുത്തൊന്നും കുളിക്കാനൊന്നും പാടില്ല. കഴുക്കുള്ള ഇല്ലാതെ ടാറ്റ നമ്മള് കുറേ ദൂരം അപ്പുറത്തുള്ള നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു 2 തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ ചോട്ടില് ടാറ്റ കുളിക്കുള്ളൂ. തോർത്ത് മുണ്ടൊക്കെ ടാറ്റ അവിടെ നിൽക്കും. ഉമ്മച്ചിയുടെ അനിയത്തിമാരാരെങ്കിലും 2 പിച്ചള കുടമുണ്ട് ഇവിടെ. അതിനകത്ത് ഇവിടുന്ന് വെള്ളം കോരി അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു കുടം വെള്ളം ആദ്യം അങ്ങ് ഒഴിക്കും. സോപ്പ് ഇങ്ങനെ തേക്കും. തലയും മുടിയൊന്നും അതിന് എളുപ്പമല്ലേ സംഭവം. സോപ്പ് തേക്കും. എന്നിട്ട് പിന്നെ അടുത്ത കുടം വെള്ളം ഒഴിക്കും. കുളി കഴിഞ്ഞ് ടാറ്റ കുളിക്കുന്നത് എങ്ങനെയാണ്? ഈ കിണറിന്റെ പിന്നെയുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് തേങ്ങ ഒന്നും വീഴാൻ പാടില്ല. ടാറ്റക്ക് ഭയങ്കര വൃത്തിയാണ്, ഒക്കെ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത്. ഒരു തേങ്ങ വീണപ്പം ടാറ്റയുടെ ഉമ്മച്ചി പറഞ്ഞു, ടാറ്റോ നമ്മളെ കിണറിനകത്തൊരു തേങ്ങ കിടക്കുന്നത്, അപ്പൊ അതിന്റെ ചകിരിയൊക്കെ ചീഞ്ഞളിഞ്ഞ് വെള്ളം കേടാവും, നമുക്കത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ടാറ്റ നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്തിനെ, നമുക്ക് സഹായിക്കാൻ വരുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് ഇവിടെ തേങ്ങ എടുക്കാൻ വേണ്ടി കിണറിലേക്ക് ഇറങ്ങുന്ന ആളാണ്, കിണർ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങുന്ന ആളാണ്. ഉമ്മച്ചി വിളിച്ച് കൊണ്ടുവന്ന് ടാറ്റയുടെ സമ്മതമൊക്കെ വാങ്ങി. സമ്മതം അങ്ങനത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇറങ്ങി 2 കൽപ്പടവാണല്ലോ, 2 പടവം ഇറങ്ങിയപ്പോ ടാറ്റക്ക് പെട്ടെന്ന് ബോധോദയം വന്ന്, അയ്യോടാ വിളിക്ക് കേറെന്ന് പറഞ്ഞാൽ എല്ലാം പിടിച്ചു വലിച്ച് കയറ്റി പുറത്ത് നിർത്തി. അപ്പൊ വേണ്ട, തേങ്ങ എടുക്കണ്ട, തേങ്ങ നമുക്ക് പിന്നെ എടുക്കാന്നും പറഞ്ഞു വിട്ട്. അപ്പൊ ഉമ്മച്ചി അയാള് കാശൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോ ഉമ്മച്ചി ചോദിച്ചു, എല്ലാ ടാറ്റോ എന്തേ അയാളെ ഇറങ്ങി നന്നായി തേങ്ങ എടുത്ത് തരില്ലേ, എന്താ അത് എടുക്കാൻ സമ്മതിക്കാതിരുന്നത്? അത് ഭയങ്കര മോശമായി പോയി, നമുക്കത് എടുക്കായിരുന്നല്ലോ. അയാൾ നല്ല കിണറിലൊക്കെ ഇറങ്ങുന്ന ആളല്ലേ ചോദിച്ചപ്പം ടാറ്റ ഉടനെ പറയും, എടീ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യനൊരു രീതിയുണ്ട്, മൂത്രം ഒഴിച്ചു കളയും, നമ്മൾ അവന്റെ മൂത്രം കുടിക്കണ്ടേ, അതുകൊണ്ട് ആ അത് എടുക്കണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. ടാറ്റ വേറെ ആരോ ഇങ്ങനെ മറ്റേ കൊട്ടയൊക്കെ കെട്ടി ആ തേങ്ങ എടുത്ത്. ഉമ്മച്ചി നിങ്ങളെ ടാറ്റയുമായുള്ള ബന്ധം, നിങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ഒരു ജീവിതം ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു, അത് എങ്ങനെയൊക്കെയാ ഓർക്കുന്നത്? ടാറ്റ ഇങ്ങനെ ഒരുപാട് പ്രായവ്യത്യാസത്തിലാണ് കല്യാണം കഴിഞ്ഞ. ഉമ്മച്ചിയുടെ കല്യാണത്തിന് ടാറ്റ കോഴിക്കോട് നാടകം എഴുതാൻ കൊണ്ടുവരികയാണല്ലോ. അപ്പോൾ ടാറ്റയുടെ ഉമ്മച്ചി ടാറ്റയുടെ അനിയൻ അബുവിന്റെ അടുത്ത് പറഞ്ഞു വിടും, അവനെ അവിടുന്ന് ഏതെങ്കിലും ഒരു പെണ്ണെ കെട്ടിക്ക്, ഇനി അവൻ ഇത്രയും പ്രായമായി പുറന്നിറങ്ങി നിൽക്കല്ലേ, കെട്ടിക്കെന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് മുല്ലവീട്ടിൽ അബ്ദുറഹ്മാനും ഇവർ കുറേ പേര് ഇവിടെയുള്ള ആള്, തിക്കുടയും മാഷ്, SK NP അവരെല്ലാരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു കല്യാണാലോചന ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോ കാണുന്നതാണ്. അങ്ങനെയാണ് ഉമ്മച്ചി അപ്പൊ TTCക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ പോയ ഫോട്ടോ കാണിച്ചു. ധാരാന്ന് അന്വേഷിച്ചപ്പം ഇവിടെ അടുത്തുള്ളൊരു മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ളത് അങ്ങനെ അറിഞ്ഞ് ഫോട്ടോ ടാറ്റയെ കാണിച്ച് ടാറ്റക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ടാറ്റ പെണ്ണ് കാണാൻ പോകുന്നു. ദേവൻ, അങ്ങനെയുള്ള കുറേ പേര്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ആരൊക്കെ പേര്? 12 പേരേറ്റം പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് ഒരുമിച്ച് ടാറ്റ കാണാൻ. ടാറ്റ ഉമ്മച്ചിയുടെ ഉപ്പ സ്കൂൾ മാഷായിരുന്നു. അങ്ങനെ കാണാൻ പോയി, ഇഷ്ടപ്പെട്ട്. ഉമ്മച്ചീനെ അപ്പൊ വലിയ സാഹിത്യകാരനാണെന്ന് കരുതിയിട്ട് ഉമ്മച്ചീനോട് അവരെല്ലാരും പറയുന്നുണ്ട്, വലിയ സാഹിത്യകാരനാണ് വരുന്നത് എന്ന് പറഞ്ഞ്. അങ്ങനെ ഭയങ്കര വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ, 25 വയസ്സിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് കല്യാണം ഉറപ്പിച്ച്. അപ്പോഴ് പെണ്ണ് കാണാൻ പോകുമ്പോഴ് ദേവൻ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ്, ദേവൻ ആ ടാറ്റ മെസ്സിന്റെ അടുത്ത് നിൽക്കുന്ന പടം വരച്ചിട്ട് അവിടെ ഉണ്ടായ പെണ്ണ് കാണാൻ പോയ എല്ലാവരും അതിൽ ഒപ്പിടുന്നുണ്ട്. ഒരു പടമുണ്ട്, നമ്മളിവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല അമ്മച്ചിയുടെ ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പൊ മാലയും വളയൊന്നുമില്ല. അപ്പൊ ദേവനെ പറയും, ദേവ അവർക്ക് നിറച്ചുന്ന മാലയും വളയും വരും കല്യാണത്തിൽ ഫോട്ടോയില് അങ്ങനെ നിറച്ചു കൈക്കും വളയും മാലയും ഒക്കെ വേണം. ടാറ്റ തന്നെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കല്യാണത്തിന് സ്വർണ്ണമൊക്കെ ടാറ്റ തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തിന്. സാരി എല്ലാം കല്യാണം കഴിക്കുന്നത് അങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എഴുത്ത് ലോകത്ത് ഉമ്മച്ചിയും ഒരുപാട് ഒപ്പം നിന്ന്. പിന്നെ ആദ്യം വായിക്കുന്ന ഉമ്മച്ചിയാണ് എല്ലാം.
ഇപ്പൊ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വരാന്തയില് ചാരുകസേലയില് ടാറ്റ ഇരിക്കും, തൊട്ട താഴെ പടിഞ്ഞിരുന്ന് ഉമ്മച്ചി ഇരിക്കും. എന്നിട്ട് ഉമ്മച്ചി ഇരുന്ന് വായിക്കും. ഉമ്മച്ചി ഉമ്മച്ചിക്ക് ടീച്ചറല്ലേ, ഉമ്മച്ചിക്ക് നല്ല വിവരമായിരുന്നു. ഉമ്മച്ചി നല്ല അതൊക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കും. ഇന്നത് അത് വേണ്ട, ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറയും, ഒക്കെ ചെയ്യുന്ന ഉമ്മച്ചി. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും എഴുത്തിന്റെ അസുഖമില്ല. എനിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു സാഹിത്യ, പക്ഷെ എന്റെ എഴുത്തെല്ലാം ഞാൻ 1990 ജോലിക്ക് പോയതാ. ഇപ്പം 24 എന്റെ എല്ലാ അങ്ങനെ എഴുതാനുള്ള എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് തോന്നുന്നത് ബില്ല് എഴുതി തീർന്നു പോയി. പുസ്തകത്തിന് ബില്ല് എഴുതി. എന്നോട് എല്ലാരും ചോദിക്കും നിങ്ങൾ എഴുതുമോന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും എന്റെ ആ കഴിവൊക്കെ ഇതിൽ തീർന്നു പോയി. ഉമ്മച്ചി ഒരു പുസ്തകം എഴുതി, ബഷീറിന്റെ അടിയെ എന്നുള്ള അല്ല ഇപ്പോഴും വിറ്റു തോന്നുന്നു, അടിപൊളി. ഈ 30 വർഷത്തെ ഒരു വലിയൊരു ഗ്യാപ്പ്, അതിനെ ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് മിസ്സാകുന്നത്? ഏത് രീതിയിലാണ്? ഞങ്ങക്ക് മിസ്സാവുന്നില്ലല്ലോ. 30 വർഷവും ഒരു ശൂന്യത എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സുന്ദരമായ ഈ ഭൂഗോളത്തിൽ എനിക്ക് അനുവദിച്ചു തന്ന സമയം പരിപൂർണമായി അവസാനിച്ചു. ഞാൻ മരിച്ചു. ഇനി എന്നെ ആരെങ്കിലും ഓർമ്മിക്കണമോ? എന്നെ ആരും ഓർമ്മിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനോർമ്മിക്കുന്നു? കോടാനുകോടി അനന്തകോടി സ്ത്രീ പുരുഷന്മാർ മരിച്ചു പോയിട്ടുണ്ടല്ലോ. അവരെ വല്ലവരും ഓർമ്മിക്കുന്നുണ്ടോ? എൻ്റെ പുസ്തകങ്ങൾ അതെല്ലാം എത്ര കാലം നിലനിൽക്കും? പുതിയ ലോകം വരുമല്ലോ. പഴമയെല്ലാം പുതുമയിൽ മായേണ്ടതുമാണ്. ഇപ്പോൾ ഇതാ ഞാൻ മരിച്ചിരിക്കുന്നു. എല്ലാവർക്കും സലാം. മാങ്കോസ്റ്റിൻ മരത്തിനും സർവമാന ജന്തുക്കൾക്കും സലാം. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടകടാഹമേ മാപ്പ്. എല്ലാവർക്കും മംഗളം, ശുഭം. ബഷീറിത തൻ്റെ ഭൂമിയുടെ അവകാശികൾക്കൊപ്പം ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. हम संग है।